കുരിശുവഴി 8-ാം സ്ഥലം. യേശു യെരൂശലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. വചനമൂലം. യെരൂശലേമിന്റെ പുത്രിമാരെ, എന്നെക്കുറിച്ചു കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ചു കരയുവിൻ. ലൂക്കാ സുവിശേഷം അധ്യായം 23 വചനം 28. ധ്യാനിക്കാം. കുരിശ് ചുമന്ന് കൽവരിയിലേക്കു നടന്നു പോകുന്ന യേശുവിന്റെ ചുറ്റും കരച്ചിലിന്റെ ശബ്ദം ഉയരുന്നു. യെരൂശലേം സ്ത്രീകൾ അവനെ കണ്ടു വിലപിക്കുന്നു. എന്നാൽ സ്വന്തം വേദനയിൽ മുങ്ങിപ്പോകാതെ യേശു അവരുടെ കണ്ണീരിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. എന്നെക്കുറിച്ചു കരയേണ്ട എന്ന അവന്റെ വാക്കുകൾ കരുണയുടെ ആഴം പ്രകടമാക്കുന്നു. ഇവിടെ നാം കാണുന്നത് ദൈവസ്നേഹത്തിന്റെ ഹൃദയം തന്നെയാണ്. സ്വന്തം ക്രൂശിന്റെ ഭാരത്തിനിടയിലും മറ്റുള്ളവരുടെ ആത്മാവിനായി കരയുന്ന സ്നേഹം. ഈ സ്ഥലം നമ്മെ പഠിപ്പിക്കുന്നത് കണ്ണീർ മാത്രം മതിയല്ല, മാനസാന്തരവും വേണം. കരുണ മാത്രം മതിയല്ല, ജീവിതമാറ്റവും വേണം. ക്രൂശ് വഴിയിൽ നടക്കുമ്പോൾ ഹൃദയം മാറണം. പ്രാർത്ഥന. കരുണാമയനായ യേശുവേ, നിന്റെ ദുഃഖത്തിനിടയിലും മറ്റുള്ളവരെ ആശ്വസിച്ച നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയം തൊടട്ടെ. വെറും വികാരങ്ങളിൽ അല്ല, സത്യമായ മാനസാന്തരത്തിൽ ജീവിക്കാൻ ഞങ്ങളെ നയിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്നവർക്കു ആശ്വാസമായിരിക്കുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. ആമേൻ. വേദനയിൽ പോലും യേശു അവരെ ആശ്വസിക്കുന്നു. കരയേണ്ട യെരൂശലേമേ,